നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോവും? അല്ല, അവര് തന്നെ പറയുന്നുണ്ട് സ്ത്രീകളെ കൂടെ കിടന്നാൽ മാത്രമേ അവർ അതിനകത്ത് കയറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അലമ്പ് പരിപാടിയാണ് അങ്ങനത്തെ ഒരു പരിപാടി. എനിക്ക് ഏറ്റവും ഇഷ്ടം സാബുമോനെ. എന്തുകൊണ്ടായിരിക്കും? സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതിൽ ജാസ്മിൻ നല്ല ക്യാരക്ടർ അല്ലേ? കഴിഞ്ഞ സീസണായിരുന്നു സൂപ്പർ. ബിഗ് ബോസിലേക്ക് കയറാൻ ഒരു അവസരം കിട്ടിയാൽ പോവും? പോവില്ല. ഏറ്റവും വൃത്തിയായിട്ട് ഷോ ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ സീസണിലെ? ജിൻഡോ. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. മലയാളത്തിലെ റിയാലിറ്റി ഷോകളിൽ ഏറ്റവും റേറ്റിംഗ് കൂടിയ ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഈ ഷോയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പുറത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി ഒന്ന് കേട്ടു നോക്കാം. ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനത്തെ മുമ്പേ പരിപാടി കാണാറില്ലെന്നാണ്. കാണാറില്ല. റീൽസ് പോലും കാണാറില്ല. ഇവൻ കാണാറുണ്ട് ഇടയ്ക്ക്. അതിന്റെ അഭിപ്രായം എന്താ അതിനെ കുറിച്ചുള്ള? കാണരുത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? ആണോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. എനിക്കറിയില്ല. ആയിരിക്കും. കാണാറുണ്ട്. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോവും? അങ്ങനെയൊക്കെ ചോദിച്ചാ പോവും. എന്തുകൊണ്ടാ? പൈസ കിട്ടും. പക്ഷേ കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ലൈവ് വന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആള് പറഞ്ഞിട്ടുണ്ട് അതിൽ പോകുന്നവരൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് കയറുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനെ കുറിച്ച് എന്താ? അതിലൊരു കണ്ടസ്റ്റന്റ് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുമ്പോൾ ആ ബിഗ് ബോസിൽ കയറാവും? കേറും. അല്ല, അവര് തന്നെ പറയുന്നുണ്ട് സ്ത്രീകളെ കൂടെ കിടന്നാൽ മാത്രമേ അവർ അതിനകത്ത് കയറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ്. സ്ത്രീകളുടെ കൂടെ കിടന്നാലേ കയറാൻ പറ്റുള്ളൂ. അയ്യോ, അങ്ങനെയല്ല. സ്ത്രീകൾ അതിനകത്ത് മത്സരിക്കുന്ന സ്ത്രീകൾ അവിടെയുള്ള അണിയറ പ്രവർത്തകരുടെ കൂടെ കിടന്നാൽ മാത്രമേ. അതെ. ബിഗ് ബോസിൽ അവസരം കിട്ടിയാ പോവും? എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന കണ്ടന്റ്സ്? കിട്ടത്തില്ലെന്നോ? അല്ല, കോമണേഴ്സിന് ഇപ്പൊ കേറാലോ, സാധ്യതയൊക്കെ. ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ബിഗ് ബോസ് പൊതുവേ നല്ല അഭിപ്രായമാണ്. മറ്റുള്ള ഇതിനെ ചാനലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അതല്ല, അതിൻ്റെ ആ വേ ഓഫ് പ്രസൻറ്റേഷൻ ഇറ്റ് ഈസ് വെരി ഗുഡ്. അല്ല, കഴിഞ്ഞ സീസണുകളെക്കാളും ഈ സീസണിൽ കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്, മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഏതൊരു ചാനലായാലും അതൊരു നെഗറ്റീവ് റെസ്പോൺസ് വരും. അത് നമ്മൾ കണക്കാക്കണ്ട. ലേറ്റർ ഓൺ ഇറ്റ് വിൽ ബി ഗുഡ്. എല്ലാ സീസൺസും കാണുന്ന ആളാണോ? ഇല്ല, ഞാൻ അങ്ങനെ കാണാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോകുമോ? എങ്ങനത്തെ? അതിലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയാൽ പോകുമോ? പോകും. എന്തുകൊണ്ട്? അല്ല, എനിക്ക് അതിൽ പങ്കെടുക്കാനുള്ളൊരു പ്രത്യേക താല്പര്യമുണ്ട്. കഴിഞ്ഞ സീസണിലെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ലൈവ് കയറിയിരുന്നു. ബിഗ് ബോസിലേക്ക് കയറുന്നവരെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് അവർ പരിഗണിക്കുന്നത് എന്നൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്ക് അയാൾ യൂസ് ചെയ്തിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് അത് ഒരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ ആയിപ്പോവും. പക്ഷെ അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സിൻസിയറിറ്റി, അത് നല്ല സിൻസിയറായിട്ട് ജോയിൻ ചെയ്യുക. അല്ല, അതിലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സ്വന്തം ഷോയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം കാണാതെ അയാൾ പറയില്ലല്ലോ. അതെ, പക്ഷെ പുള്ളിയുടെ യാഥാർത്ഥ്യം എന്താന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൊരു ഇതില്ല. അതിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമേ
എനിക്ക് പുള്ളിയുടെ അഭിപ്രായത്തിനെ പറ്റി ഒരു നെഗറ്റീവ് റെസ്പോൺസ് എങ്ങനെയാണ് വന്നേന്നുള്ളത് പറയാൻ പറ്റും. കുറച്ച് എപ്പിസോഡെങ്കിലും കണ്ടിട്ടില്ലേ? എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാറുണ്ട്, സത്യം? സ്ക്രിപ്റ്റഡ് അല്ല, അവർ തന്നെ പറയുന്നുണ്ടല്ലോ, പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നുണ്ടല്ലോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന്. ഓക്കെ, ബിഗ് ബോസിലേക്ക് മേ ബി ഒരു അവസരം കിട്ടിയാൽ പോകുമോ? മേ ബി കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് എപ്പോഴായാലും ഒരു അവസരം കിട്ടിയ ഇപ്പോൾ കോമണർക്കും കയറാമല്ലോ. കുറേ വർഷം മേ ബി കോമണേഴ്സ് മാത്രമേ കാണുകയുള്ളായിരിക്കും. അപ്പോൾ കോമണേഴ്സ് കയറുന്ന അവസരം കിട്ടിയാൽ കയറും. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു? അപ്പൊ അതിൽ കയറുന്നവരൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയാണ് അതിനകത്ത് കയറുന്നത് എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് കാണും. ഓക്കെ, സെലിബ്രിറ്റീസ് വരുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് കാണുമായിരിക്കും. എന്നിട്ടും അതിൽ കയറാൻ ഓക്കെയാണ്. കോമണേഴ്സ് വരുമ്പം എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് കാണില്ലല്ലോ. കുറേ വർഷം കഴിയുമ്പോൾ മിക്കവാറും കോമണേഴ്സ് മാത്രമേ കാണുകയുള്ളായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആ സമയത്ത് കാണാത്തത്? അപ്പോൾ സെലിബ്രിറ്റീസ് കാണില്ല. ഇപ്പോൾ സെലിബ്രിറ്റീസ് എല്ലാം കുറേ കഴിയുമ്പോൾ വരാൻ മടിക്കുമായിരിക്കും. മേ ബി അവരുടെ ഫെയിം പോകുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വരാൻ മടിക്കുമായിരിക്കും. അല്ല, ശരിക്കും അഖിൽമാരാർ പറഞ്ഞത് സ്ത്രീകളെ അവർ കൂടെ കിടന്നാൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റൂ എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഒപ്പോസ് ചെയ്യുന്നവരുമുണ്ട്. അതാണ് അഭിപ്രായം ചോദിച്ചത്. എന്താണ് അതിനെ കുറിച്ചുള്ള മേ ബി പുള്ളി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അതിപ്പോൾ നമുക്കറിയില്ലല്ലോ പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഇപ്പോഴത്തെ ഈ സീസണിലെ? ക്യാരക്ടർ വൈസ് ആണെങ്കിൽ അർജുൻ, ശ്രീതു അവരെയൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തതാണെങ്കിലോ? ഇഷ്ടമില്ലാത്തത് ജാസ്മിൻ അവരെ ഇഷ്ടം. ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ഗബ്രി എന്നൊരു കണ്ടസ്റ്റന്റ് ഉള്ളത്. ഗബ്രി ഓൾറെഡി പുറത്തായല്ലോ. ഇപ്പൊ ഇനിയിപ്പോ പുള്ളിക്കാര് കളിക്കുന്നുണ്ട്, പക്ഷെ ഗബ്രി എന്നുള്ള ഒരാളുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരുടെ ഫെയിം കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കയറിയപ്പോൾ LGBTQ-നെ കുറിച്ച് ഒരു സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളിക്കാർ തുടക്കത്തിൽ ആ ദിവസം പറഞ്ഞല്ല, പിന്നെ പുള്ളി അതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. തുടക്കത്തിൽ ഒരു കയറി വന്നപ്പോൾ ഒരു ഫെയിം കിട്ടാനായിട്ട് മാത്രം ചെയ്തതാണ് അതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതിൽ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ഞാൻ LGBTQ അതെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. ഓക്കെ, കഴിഞ്ഞ 5 സീസണിലെ സാബുമോൻ, അഖിൽമാരാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഇവർ 3 പേരിൽ ആരെയാ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം സാബുമോനെ തന്നെ. എന്തുകൊണ്ടായിരിക്കും? സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് എവറാണ്. അതുകൊണ്ടാണല്ലോ പിന്നെയും ഇന്നലത്തെ എപ്പിസോഡ് വീണ്ടും റീ എൻട്രി ആയത് അല്ലേ? സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, കുറിച്ച് എന്താ അഭിപ്രായം? എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, റിയൽ ആണ്. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാ പോകോ? എന്തുകൊണ്ട്? തല്ലുകൊണ്ട് ചാവാൻ വയ്യ, അതുകൊണ്ട് പോവില്ല. എല്ലാ സീസൺസും കാണാറുണ്ടോ? അപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ലൈവ് വന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ബിഗ് ബോസ് തട്ടിപ്പാണ്, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെയാണോ? ഋഷി കൊള്ളാം. ഋഷിനെയാണോ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഋഷിയാണോ? നിങ്ങൾക്കോ? ഏറ്റവും വെറുപ്പിരി കണ്ടസ്റ്റന്റ് ആരാ? ജാൻമണി ഓൾറെഡി ഔട്ടായല്ലോ. ജാസ്മിൻ എന്തുകൊണ്ടായിരിക്കും? എന്താണ് മറ്റേ ഈ ഗബ്രി ആയിട്ടുള്ള ഇതന്നെ ആ ഒരു കേസിനായിട്ട് അവൾക്ക് താല്പര്യമാണെങ്കിലും ഗബ്രിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ വെറുതെ ചോദിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാ? അഖിൽമാരാറിന്റെ അല്ലെ? അപ്പം സാബുമോൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽമാർ, ഇവര് 3 പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? ഈ 3 പേരെ ഇഷ്ടമല്ല? അഖിലിനെ ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കും? എന്താ അഭിപ്രായം? ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ആരും കാണാറില്ല? ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാണാറുണ്ടോ? എല്ലാ സീസൺസും കാണാറുണ്ടോ? എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? അതിൽ ജാസ്മിൻ നല്ല ക്യാരക്ടർ അല്ലേ? നല്ല ക്യാരക്ടറാണ്. ജാസ്മിനാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്. ബിഗ് ബോസിലേക്ക് കയറാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, താല്പര്യമില്ല. എന്തുകൊണ്ടാ? അതിലുള്ളവരാണ് എപ്പോഴും മടിയും മഴക്കോലും എപ്പോഴും. അതുകൊണ്ടാ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇങ്ങോട്ട് നോക്കി പറയുന്നു. തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്?
ഓക്കെ, ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ തന്നെ. ജാസ്മിൻ തന്നെയാണ്. ഈ കഴിഞ്ഞ എല്ലാ സീസൺസും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സാബുമോൻ, അഖിൽ മാരാർ, ഇവർ 3 പേരിൽ ആരെയും ഇഷ്ടം? ഡോക്ടർ റോബിൻ. റോബിനെ എന്തുകൊണ്ടാ? നല്ല ക്യാരക്ടറാണ്, നല്ല കൂടുതൽ ആരാധകരും ഉണ്ട്, അതുകൊണ്ടൊക്കെ ഇഷ്ടം. എന്താ അഭിപ്രായം? നല്ല ഷോ ആണ്. എല്ലാ സീസൺസും കാണാറുണ്ടോ? എന്തുകൊണ്ടാണ് ബിഗ് ബോസിന് ഇഷ്ടം? ഗെയിംസ് കളിക്കണ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അർജുൻ. അർജുൻ. ബിഗ് ബോസിലേക്ക് പോവാൻ ഒരു അവസരം കിട്ടിയാൽ പോകുമോ? ഇല്ല. എന്തുകൊണ്ട്? അല്ല അല്ല പോവാനും ഇഷ്ടമല്ല. പോവാൻ ഇഷ്ടമല്ല, പക്ഷെ കാണാൻ ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാ? അല്ല കുറെ എന്റർടൈൻമെന്റ് തല്ലി പിടിക്കുന്നതൊക്കെ കണക്കുന്ന എല്ലാ സീസൺസും കാണാറുള്ള ആളല്ലേ? കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ലൈവ് കയറിയത് കണ്ടായിരുന്നോ? കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഷോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അവിടെ കയറുന്നവരൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് കയറുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ആള് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റാണ്. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ്? അല്ല, കറക്റ്റാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ. ജാസ്മിൻ. എന്തുകൊണ്ട്? അതിൻ്റെ ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല. ഇഷ്ടമല്ല. ഗബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? അത് അഭിനയമായിരുന്നു? അഭിനയാൻ തോന്നുന്നു. പുറത്തിറങ്ങുമ്പോൾ ജാസ്മിനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? മിക്കവാറും ഇങ്ങനെ കളിയാക്കി ട്രോള് അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, എല്ലാ സീസൺസും കാണുന്ന ആളായതുകൊണ്ട് സാബുബോൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, ഇവർ 3 പേരിൽ ആരെയാണ് ഇഷ്ടം? സാബുമോൻ. എന്തുകൊണ്ടാ? ആളുടെ കളി നല്ലതാണ്, ബാക്കിയുള്ളവരുടെ അത്രയ്ക്ക് ഇഷ്ടമല്ല. ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാറുണ്ടോ? ആണോ? എന്താ അഭിപ്രായം ഇതിനെ കുറിച്ച്? പക്ഷേ കഴിഞ്ഞ സീസണായിരുന്നു സൂപ്പർ. കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഈ സീസണിന്റെ പ്രത്യേകത എന്താ? ഏതു നേരം ഇടി? വേറൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാ? സീസൺ റോബിന്റെ ഒക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടം. റോബിനെയാണോ ഇഷ്ടം? റോബിനെ അല്ല, അതിന് റിയാസിനെ ഇഷ്ടം ആണ്. ഓക്കെ. മേ ബി ബിഗ് ബോസിലേക്ക് കയറാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, പോവില്ല. എന്തുകൊണ്ട്? അതിനങ്ങനെ പോവാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. കാണാൻ ഇഷ്ടമാണ്, പക്ഷെ പോകാൻ താല്പര്യമില്ല. അതെന്തുകൊണ്ടാ? ഇപ്പൊ കോമണേഴ്സിനും കേറാമല്ലോ. താല്പര്യമില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ലൈവ് വന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ തോന്നുന്നേ? അങ്ങനെയൊന്നും നടക്കില്ലായിരിക്കും. അങ്ങനെയെങ്കിൽ പിന്നെ ഈ ഒരു ഷോ നിർത്തി വെക്കണ്ടേ? പക്ഷെ അതിലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നത്. കഴിഞ്ഞ് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ടായില്ല, അങ്ങനെയൊന്നും ഇല്ല, അഖിൽമാരാർ പറഞ്ഞതൊക്കെ തെറ്റാന്നും പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടായില്ല. ഓക്കെ. ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്, ചില ഇത് കാണുമ്പോൾ. മറ്റേ ഇപ്പം ഈ സീസണിൽ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ സീസണിലെ? ഈ സീസണിൽ അർജുനെ ഇഷ്ടം. അർജുനെ. ഏറ്റവും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റോ? ഇല്ലാത്ത ജാസ്മിനെ ഇഷ്ടമാണ്. ഓക്കെ. ആദ്യത്തെ സീസൺ മുതൽ സാബുമോൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, ഈ 3 പേരിൽ ആരെയാണ് ഇഷ്ടം? അഖിൽ മാരാർ. എന്തുകൊണ്ടാ? അഖിൽമാരാർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എല്ലാം തുറന്നടിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടല്ലേ ഈ ലൈവിലും തോന്നുന്നത്? പക്ഷേ അത് എനിക്ക് അങ്ങനെ വലിയ ഇത് തോന്നണില്ല, പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം മറ്റേ ജാൻമണി തന്നെ ഇതിനെ എതിർത്ത് പറയാനുണ്ട്, അഖിൽമാരാറിൻ്റെ ഇത് അങ്ങനെയൊന്നും നടക്കണില്ല എന്നും പറഞ്ഞു. ഈ സീസണിൽ അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കയറിയപ്പോൾ LGBTQ കുറിച്ചൊരു സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? യോജിക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ? ഇല്ല. എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അവിടെ വന്നിപ്പോ അങ്ങനത്തെ ഒരു ഇത് സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു കമ്മ്യൂണിറ്റിയെയും ഇതാക്കി പറയേണ്ട കാര്യമില്ല, എല്ലാവരും കോമൺ അല്ലേ. ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാറില്ല? ചെറുതായിട്ട്. എന്താ അഭിപ്രായം? കണ്ടത് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഏറ്റവും വൃത്തിയായിട്ട ഷോ ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്, ചെറുതായിട്ട്. എല്ലാ സീസൺസും കാണാറുണ്ടോ? ഇല്ല, അത് ഇതുവരെ എല്ലാം ഞാനിരുന്ന് കണ്ടിട്ടില്ല. പക്ഷെ ചെറിയ ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലും അങ്ങനെ തന്നെയാണ്. എന്നാലും എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വെറുപ്പീരായിട്ട് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം ജാസ്മിനും ഗബ്രിയും തന്നെ ആയിരുന്നു. പിന്നെ
ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ സീസണിലെ? ജിൻഡോ. എന്തുകൊണ്ടായിരിക്കും? ജിൻഡോണ് ആകെ കൂടി അതിൻ്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി, നല്ലത് മാത്രമല്ല ചെയ്യണതെങ്കിലും ഇച്ചിരി കൂടെ എന്റർടൈൻമെന്റ് ആണ് പുള്ളിക്കാരൻ. ഓക്കെ, ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ മേ ബി പോകുമോ? എന്തുകൊണ്ട്? എനിക്കൊന്നും അവിടെ ഒട്ടും പറ്റൂല. നിൽക്കാൻ പറ്റില്ല എന്നതാണ്. ഈ കഴിഞ്ഞ നമ്മളായിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. അവിടെ പലവരും കാണിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. അപ്പം ഇല്ല, പറ്റില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ലൈവ് വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നോ? ബിഗ് ബോസിനെ കുറിച്ച്, ബിഗ് ബോസിൽ അഡ്ജസ്റ്റ്മെന്റുകളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഫ്രോഡ് ഷോ ആണോ ബിഗ് ബോസ് എന്നിപ്പോൾ ഓരോരുത്തർ തുറന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അതൊരു കൺഫ്യൂഷനാണ്. അത് ഫ്രോഡാണോ അതോ റീലാണോ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ജാസ്മിൻ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ആക്ടിങ് ആണെന്ന്. ഗബ്രി പോയതിൽ ജാസ്മിന്റെ വിഷമം ഒക്കെ ആക്ടിങ് ആണെന്ന്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് ജാസ്മിനെ പറ്റി. പുറത്ത് വരുമ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും ഇത്രയൊക്കെ ആവശ്യമില്ല. ജാസ്മിൻ്റെ ഒരു അവസ്ഥ എനിക്ക് ശരിക്കും അല്ല ആർക്കായാലും മനസ്സിലാവുന്നുണ്ട്. ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാടാണ് ജാസ്മിൻ. ഇനി ഇപ്പൊ ജാസ്മിന്റെ ട്രോളുകളായാലും എല്ലാം നമ്മൾ പുറത്ത് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അത് ഭയങ്കര ശോകമായിരിക്കും ഇനി ജാസ്മിന്. അപ്പം അങ്ങനെയൊന്നും അവിടെ ചെന്ന് കാണിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. മുമ്പത്തെ സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, ആദ്യത്തെ സീസണിലെ സാബുമോൻ, അഖിൽമാരാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഇവർ മൂന്നിലും ആരെയാ ഇഷ്ടം? എനിക്ക് ഡോക്ടർ റോബിനായിരുന്നു ഇഷ്ടം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് പുള്ളിനെ എനിക്ക് ഇഷ്ടമല്ലാണ്ടായി. അവിടെ നിന്നപ്പോ എന്തുകൊണ്ടായിരുന്നു പുള്ളിനെ ഇഷ്ടം? അത് പുള്ളിനെ ഒത്തിരി എല്ലാവരും കൂടി പ്രൊവോക്ക് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിനെ എനിക്ക് ഭയങ്കര പുള്ളിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിരുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുള്ളിയുടെ സ്വഭാവമൊക്കെ പിന്നെ മാറിയപ്പോൾ അത് താല്പര്യമില്ലാണ്ടായി. പക്ഷെ അവിടെ വെച്ച് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പം റോബിനായിരുന്നു ഇഷ്ടം. താങ്ക് യു. എന്നാലും കാണാറില്ലേ? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ അത് കുറെ ക്രിഞ്ചാണെന്ന് തോന്നി. പിന്നെ ആ ഷോയെ വേണ്ടെന്ന് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റേ എന്ത് ഗബ്രി അങ്ങനെ അവൻ ഔട്ടായപ്പോ അവള് അവന്റെ ഫോട്ടോയെ കണ്ട് കരച്ചിട്ട് ആക്ടിംഗ് ആയിട്ട് ഭയങ്കര ആക്ടിങ് അവള്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് ഇതിന്ന് ഇറങ്ങിയവര് തന്നെ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാ പോകുമോ? ഇവിടെ ഉള്ളവരെ സഹിക്കാൻ പറ്റും, എന്റെ അകത്ത് പോയിട്ട് അവിടെ സഹിക്കും. നോ വേ. ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതാണ്. എല്ലാ സീസൺസും കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ജിൻഡോ. എന്തുകൊണ്ടാ? നല്ലതാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ എല്ലാരും ഇഷ്ടമാണ്. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാ പോകുമോ? പോകില്ല. എന്തുകൊണ്ട്? ബിഗ് ബോസ് ഇഷ്ടമാണ്, പക്ഷെ അതിലേക്ക് പോവില്ല. എന്തുകൊണ്ട്? പ്രായത്തിന്റെയും വയ്യാഴികയുടെയും ഒക്കെ പ്രായം ഒരു പ്രശ്നമല്ല. അതല്ല, നമുക്കൊരു മനസ്സ് വേണ്ടേ? ആ മനസ്സില്ല, അതുകൊണ്ടാ. എല്ലാ സീസൺസും കാണാറില്ല അതില്. ഈ സാബുമോൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽമാരാർ, അഖിൽമാരാർ, ഈ 3 പേരിൽ ആരാ ഇഷ്ടം? സാബുമോനെ തന്നെ. എന്തുകൊണ്ടാ? സാബുമോൻ ഫസ്റ്റ് കിട്ടി പോയതല്ലേ, ആ ഒരു ഇത് ഉണ്ടാണ്. ഈ ബിഗ് ബോസ് ഒരു ഫ്രോഡ് ഷോ ആണെന്ന് പറയുന്നുണ്ട്, അത് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാറില്ല. ബിഗ് ബോസ് കാണിരുന്നത് നല്ല ഇതാണ്, കണ്ടിരിക്കാൻ രസമാണ്, അത്രേ ഉള്ളൂ. തെറ്റായിട്ട രീതിയിലൊന്നും നമ്മൾ കാണാറില്ല. ഇതുവരെയുള്ള ഒരു സീസൺസും കണ്ടിട്ടില്ല. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് ഒരു എപ്പിസോഡും പോലും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാ പോകുമോ? ഇല്ല. എന്തുകൊണ്ട്? അതിന് ഇൻട്രസ്റ്റ് ഇല്ല, അതിനോട് ആ പരിപാടിയോടെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഇപ്പൊ വരുന്നുണ്ട്, അതൊക്കെ സത്യമാണോ? അതെനിക്കറിയത്തില്ല, നമ്മള് ഓൺലൈൻ മാധ്യമം വഴി കാണുന്നല്ലോ, എല്ലാരും അങ്ങനെ തന്നെയാണ് അറിയുന്നത്. അത് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഉള്ളതാണോ അല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം?
ബിഗ് ബോസ് കാണാറില്ല. കാണാറില്ല. ഇല്ല താല്പര്യമില്ല അതിനെ പറ്റി. എന്തുകൊണ്ടായിരിക്കും കാണാത്തത്? അലമ്പ് പരിപാടിയാണ്. എന്ത് അങ്ങനത്തെ ഒരു പരിപാടി ഒരു സീസൺസും ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടല്ല. ഇടയ്ക്ക് ഇൻസ്റ്റയില് റീൽസും അതൊക്കെ കാണും, അല്ലാണ്ട് പരിപാടി ഇതുവരെയായിട്ടും കണ്ടല്ല. അങ്ങനെ ഫ്രോഡ് പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ ഫ്രോഡ് പരിപാടിയാണത്. ഇപ്പൊ റീൽസിലൊക്കെ കുറെ കാണണ്ടല്ലോ, ഫ്രോഡാണ് തട്ടിപ്പാന്നൊക്കെ പറഞ്ഞു. ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ കണ്ടസ്റ്റന്റ് ജാസ്മിൻ കൊള്ളാം. ഇങ്ങനെ കുറെ ഇതൊക്കെ കാണുന്നുണ്ട്, അത് കാരണം ജാസ്മിൻ കൊള്ളാം എന്നാണ് അഭിപ്രായം. ഓക്കെ, ബിഗ് ബോസിനെതിരെ കുറെ നെഗറ്റീവ്സ് വരുന്നുണ്ട്, ശരിക്കും ഉള്ളതാണോ അത്? കഴിഞ്ഞ സീസണിൽ അഖിൽമാരാന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അലമ്പ് പരിപാടിയാണ്, അതിനെയൊക്കെ പറ്റി ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അഖിൽമാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അത് കണ്ടായിരുന്നോ? അത് കണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെക്കുറിച്ച് അത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ശരിയാണെന്നാണ് തോന്നുന്നത് പുള്ളി പറയണത് വെച്ച്. മേ ബി ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോകും. എനിക്കാ കോമണർക്കും ഇപ്പൊ കേറാലോ. അതിനോട് ഒരു താല്പര്യമില്ല, പോവില്ല. ഉറപ്പാണ്. എന്തുകൊണ്ടായിരിക്കും? എന്തിനാ അതിലേക്കൊക്കെ പോയിട്ട് ചുമ്മാ അലമ്പാണ്. എനിക്ക് താല്പര്യം തോന്നിയില്ല. ആദ്യത്തെ സീസണിലെ സാബുമോൻ, പിന്നെയുള്ള ഉണ്ടായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ, അഖിൽമാരാർ, ഇവര് 3 പേരിലെ ആരെ ഏറ്റവും ഇഷ്ടം? അഖിൽമാരാർ. എന്തുകൊണ്ടാ? പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ സീസണിൽ വിന്നർ ആവുമെന്ന് തോന്നുന്നത് ആരെയാ? ഈ സീസണിൽ വിന്നർ ആവുന്ന ജിമ്മുള്ള പുള്ളിയുടെ പേരെന്താ? ജിൻഡോനെ ഇഷ്ടമാണോ? ജിൻഡോ ഒക്കെ ആവുന്ന തോന്നണേ. ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒന്നിക്കോ അധികം കാണാറില്ലേ? എന്തുകൊണ്ടാ കാണാത്തെ? ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമില്ലാത്തതിന്റെ ഒരു കാരണമില്ലേ? അതെന്തുകൊണ്ടാ പണ്ടത്തെക്കാൾ ഇപ്പൊ ഷോക ആവാനുള്ള കാരണം? അലമ്പാണ്. ഏതാ? ജാൻമണിയാണോ? ജാൻമണി ഔട്ടായ കണ്ടസ്റ്റന്റ് ആണോ? അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഏതാ കണ്ട സീസൺ വരെ ഉള്ളത്? അഖിൽമാരാറിന്റെ ഒരു സീസൺ വരെ കാണുമായിരുന്നില്ലേ? ഫസ്റ്റ് സീസൺ. സാബുമോന്റെ ഒക്കെ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ഇപ്പോഴത്തെ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? ശോകമാണ്. അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. പണ്ടത്തെക്കാളും ബിഗ് ബോസ് അതുകൊണ്ടാണ്. ചേട്ടാ, ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാറില്ല. എന്തുകൊണ്ടാ കാണാത്തെ? ഇഷ്ടമല്ല. ഒരു സീസൺസും കണ്ടിട്ടില്ല? ഇഷ്ടമല്ല. എന്നാലും എന്തുകൊണ്ടായിരിക്കും? എനിക്ക് പൊതുവെ അങ്ങനത്തെ ഒരു പരിപാടി ഇഷ്ടമല്ല. റീൽസിൽ കാണുന്ന ചെറിയ ചെറിയ വീഡിയോസ്, അപ്പം അത് വെച്ചിട്ട് പറയാം. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും, അതുകൊണ്ടാണ് അത് കാണാത്തത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ സീസണിലെ? ഗബ്രി ഔട്ടായപ്പോൾ ഉള്ള ജാസ്മിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അത് ഞാൻ വല്ലാതെ കാണാറില്ല. റീൽസും കണ്ടിട്ടില്ല? അത് വല്ലാതെ ഓപ്പൺ ആക്കാറില്ല ഞാൻ അതൊന്നും. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നല്ലാതെ. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോകുമോ? അല്ല. എന്തുകൊണ്ട്? അത് ജസ്റ്റ് സ്ക്രിപ്റ്റഡ് പോലെ ഗെയിമല്ല, പിന്നെ താല്പര്യമില്ല. ചേട്ടാ, ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാറില്ല. എന്തുകൊണ്ടാ കാണാത്തെ? കണ്ടിരുന്നതാണോ? എന്തുകൊണ്ടാ മതിയാക്കിയേ? എന്താ? അപ്പൊ അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സംഭവം കണ്ടു കാണുമല്ലോ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സത്യമാണെന്ന്. അപ്പൊ അതിൽ കയറുന്നവരൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് കയറുന്നത്. നിങ്ങൾക്കൊരു അവസരം മേ ബി കിട്ടിയാൽ നിങ്ങൾ പോകുമോ? പോവില്ല. ഉറപ്പായിട്ടും പോവില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ സീസണിലെ? ഏറ്റവും വെറുപ്പിക്കപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ. എന്തുകൊണ്ടായിരിക്കും? ഗബ്രി പോയല്ലോ, പുറത്തു പോയല്ലോ. അപ്പൊ ജാസ്മിന്റെ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താ തോന്നുന്നത്? ആക്ടിങ് ആയിരിക്കുമോ? പിന്നെ കണ്ടതല്ലേ നിങ്ങള്, പിന്നെന്തോ അഭിനയിക്കുന്ന പോലെയൊക്കെ മൊത്തം. ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? പട്ടി വല അല്ല,
ആണല്ലേ? അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാറില്ല. ആരും കാണാറില്ല. എന്തുകൊണ്ടാ? ഇൻട്രസ്റ്റ് ഇല്ല. ഇതുവരെ ഒരു സീസൺസും കണ്ടിട്ടില്ല. ചെറിയ റീൽസ് അതൊക്കെ കാണാറുണ്ട്. അത് വെച്ചിട്ട് എന്താ അഭിപ്രായം? ഇല്ല, പ്രത്യേകിച്ച് അഭിപ്രായമില്ല അതിനെക്കുറിച്ച്. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ്? അല്ല, അത് അടുപ്പിച്ച് കാണാത്ത കാരണം നമുക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, അതിലേക്ക് കയറാനൊരു അവസരം കിട്ടിയാൽ പോകുമോ? ഇല്ല. ഇല്ല. കാണാത്തത് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും? താല്പര്യമില്ല. എന്താ അഭിപ്രായം? അഭിപ്രായം തന്നെയാണ്. എന്തഭിപ്രായം? അല്ല, ഒരുമാതിരി നേരത്തെ ഉള്ളവർ പോലത്തെ അല്ലല്ലോ ഇപ്പോൾ. ഭയങ്കര ജാസ്മിനൊക്കെ കിടന്ന് കാണിക്കുന്നത്. നേരത്തെ സീസണുകളിൽ നിന്ന് ഈ സീസൺ വ്യത്യസ്തമാകുന്ന എന്തുകൊണ്ടായിരിക്കും? അത് അവർ അടിപൊളിയായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം റൊമാൻറ്റിക്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല. ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയാൽ പോകുമോ? ഇല്ല. എന്തുകൊണ്ടാ? താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും? അതിനോട് താല്പര്യമില്ല. അതിനോട് താല്പര്യമില്ല. എല്ലാ സീസൺസും കാണുന്ന ആളാണോ? ഇടയ്ക്കിടയ്ക്ക്. ഈ സീസണിലെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഇടയ്ക്കിടയ്ക്ക് കാണാറ്. അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് ഇതില്ല? മോശം കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ. ജാസ്മിൻ. എന്തുകൊണ്ടായിരിക്കും? ഒരുമാതിരി എന്തോ ഇഷ്ടമായിരുന്നു. നേരത്തെയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? മോശം അഭിപ്രായം. മോശമായിരിക്കും.